കൊടുങ്ങല്ലൂരിലെ സ്പെഷ്യൽ സ്കൂളിൽ അന്തേവാസി കൊല്ലപ്പെട്ട സംഭവത്തിൽ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ വിഭാഗമാണ് നോട്ടീസ് നൽകിയത്. സ്ഥാപനത്തിന് സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയുമില്ല. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ. ശ്രീജിത്ത്, ഇവിടെ ഒരു കൊലപാതകം നടന്നപ്പോഴാണ് ഈ ലൈസൻസോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ അനുമതിയോ ഇല്ല ഈ സ്ഥാപനത്തിനെന്ന് ശ്രദ്ധയിൽപ്പെടുന്നതും ഒരു നടപടിയും ഉണ്ടാകുന്നത്. തീർച്ചയായും ഗോകുൽ, അങ്ങനെ തന്നെ വേണം നമ്മൾ അനുമാനിക്കാൻ. ഒരു കൊലപാതകം നടക്കേണ്ടി വന്നു ഇത്തരത്തിൽ അനുമതിയും പരിശോധനയും നടത്താൻ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ലൈസൻസും ഇതിനില്ല, ഈ സ്ഥാപനത്തിലില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയ ആരോഗ്യ വകുപ്പ് ആരോഗ്യ വിഭാഗം അധികൃതർ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇതിൽ ഇടിമുറികളടക്കം ഉണ്ട് എന്ന നിർണായകമായ വിവരം പോലീസിനും ലഭിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകിലേക്ക് കൊണ്ടുപോയി അടിക്കുന്നതും ഇടിക്കുന്നതും പതിവാണ് എന്ന് നാട്ടുകാർ അടക്കം പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ മറ്റ് ആളുകൾ, ഈ സ്പെഷ്യൽ സ്കൂളിൽ മറ്റു കുട്ടികളടക്കമുള്ള ആളുകൾ ഇതിലുണ്ട്. ഇവരെ ഒന്നുകിൽ ഈ സാമൂഹ്യനീതി വകുപ്പിന്റെ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ രക്ഷിതാക്കളുടെ പക്കലേക്കോ മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രണ്ടുപേരെ കുറിച്ച് ഈ അന്വേഷണം, ഈ ബോബി എന്ന ഒരാളാണ് ഇതിന്റെ ഉടമസ്ഥൻ, അവരുടെ ഭാര്യയും ഇതിന്റെ ഉടമസ്ഥയാണ്. ഇവർ രണ്ടുപേരെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ പ്രതിക്ക്, സന്തോഷ് എന്നാണ് അയാളുടെ പേര്, തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ പ്രതിക്ക് ചില മാഫിയകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. എന്നാലും പോലീസുകാർ തുടരന്വേഷണം നടത്തുകയാണ്. മാരകമായ മുറിവുകൾ ശരീരത്തിൽ ഈ ശ്രീനാഥ് എന്ന 35 വയസ്സുകാരന്റെ ശരീരത്തിൽ സംഭവിച്ചു. എന്നാലും ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭ. മനുഷ്യത്വ ലെവലേശവുമില്ലാത്ത ക്രൂരതയാണ് അവിടെ അരങ്ങേറിയതായാലും ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ തീരുമാനമായിരിക്കുന്നു. നടപടിയിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.